എല്ലായ്പ്പോഴും ഉള്ള പോലെ തന്നെ അതേപോലെ ഇപ്പോഴും എത്തി വോട്ട് രേഖപ്പെടുത്തി. അതേപോലെ ആളുകളൊക്കെ വരുന്നുണ്ടോ? ബൂത്തൊക്കെ കണ്ടിട്ട് എന്താ തോന്നിയേ? ബൂത്ത് കണ്ടപ്പോ വളരെയധികം സന്തോഷം തോന്നി. കാരണം ഞാൻ കുറെ കാലങ്ങൾക്ക് മുമ്പ് കണ്ടതാ. അതുകൊണ്ട് വീണ്ടും കണ്ടതിൽ സന്തോഷം. ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കും. വരട്ടെ നമ്മളുടെ കുട്ടികളൊക്കെ വരട്ടെ, അവരെല്ലാം ചെയ്യട്ടെ. കഴിഞ്ഞ തവണ അൻവറിനായിരുന്നു വോട്ട്, തവണ സ്വരാജിന്. അത് നിങ്ങൾ ചോദിക്കുന്നതിനുണ്ട്. അത് ഞാൻ സ്വരാജിന് കൊടുക്കും. എന്നാലും ഇപ്പൊ രാവിലെ തന്നെ ഈ വോട്ടർമാരൊക്കെ ആയിഷാത്ത വരുന്നത് കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ നേരത്തെ എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷമായില്ലേ. ഉമ്മയെ കോൺഗ്രസ് എന്റെ രാജ്യം എന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലെ, എന്റെ കുട്ടികളും. കോൺഗ്രസ്സുകാരൊക്കെ ഒന്ന് വരട്ടാൻ നോക്കി. സൈബർ ചെറിയൊരു ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ഞാൻ പോയാലോ. നിലമ്പൂർ ആയിഷയാണ് മാധ്യമങ്ങളെ കണ്ടത്. പ്രതീക്ഷയോടെ സ്ഥാനാർത്ഥികൾ, പ്രതീക്ഷയോടെ മുന്നണികൾ, 75,000 മുകളിൽ വോട്ട് ലഭിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് PV അൻവർ, നല്ല ഭൂരിപക്ഷമുണ്ടാകുമെന്ന് ആര്യാടൻ ഷൗക്കത്ത്, വിജയപ്രതീക്ഷ കൈവിടാതെ M സ്വരാജ്. അങ്ങനെ നിലമ്പൂരിൽ കളം അങ്ങനെ മുറുകുകയാണ്. വലിയ തോതിലുള്ള പ്രചരണ കോലാഹലങ്ങൾക്ക് ശേഷം യഥാർത്ഥ പോരിലേക്ക് വോട്ടർമാർ, യഥാർത്ഥ സംവിധാനത്തിലേക്ക് വോട്ടർമാർ എത്തുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ കെട്ടും മട്ടുമൊക്കെ മാറി വലിയ തോതിലുള്ള പ്രചരണ വിഷയങ്ങൾ കൂടി കടന്നു വന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറിയ പശ്ചാത്തലം കൂടിയുണ്ട്. പ്രത്യേകിച്ചും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു ഡ്രസ് റിഹേഴ്സലായി, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു സെമി ഫൈനലായി ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു മണ്ഡലം. ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഒരു ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു ഡ്രസ് റിഹേഴ്സലായി ഇത് മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നണികൾക്കെല്ലാം നിർണായകമാണ്. LDFന് ഈ മണ്ഡലം കൈവിട്ടു പോകുന്ന ആലോചിക്കാനേ വയ്യ. UDFന് ഭരണം തിരിച്ചു പിടിക്കാനുള്ള ചൂണ്ടുപലകയായി ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറുകയും ചെയ്യും. ലീഗിന് UDFൽ ഉറച്ചു നിൽക്കാൻ, UDFിലെ അപ്രഭാഗത്ത് നിലനിൽക്കാൻ ഇവിടെ വിജയത്തിൽ കവിഞ്ഞ് ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. ലീഗിന് കൂടി അഭിമാന പോരാട്ടമായ ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുന്ന പശ്ചാത്തലവും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഓരോ തലത്തിലും ഏറെ പ്രാധാന്യമുള്ള നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടർമാരൊക്കെ രാവിലെ മുതൽ തന്നെ മണ്ഡലങ്ങളിൽ അവരുടെ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ അനുമോദം അറിയിക്കുന്നതനുസരിച്ച് അതിശക്തമായ മഴ നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അൻവർ ഭൂരിപക്ഷം കൂട്ടിയാൽ LDFന് തിരിച്ചടിയാകും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന ഇന്നിപ്പോൾ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭാഗത്ത് നിന്ന് രാവിലെ വന്നിട്ടുണ്ട്. കോൺഗ്രസ് വോട്ടുകളും അൻവറിന് കിട്ടിയേക്കാം, പക്ഷേ അത് നാമമാത്രമായ ഒരു വോട്ട് മാത്രമാണ് ഉണ്ടാവുക. പോരാട്ടം UDFും LDFും തമ്മിലാണ് എന്നും ഷൗക്കത്ത് വളരെ വ്യക്തമായി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ട്. ഏതായാലും വോട്ടിംഗ് രേഖപ്പെടുത്തുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും ധർമ്മമാണ്. 2,32,000 വോട്ടർമാരിൽ 2 ലക്ഷത്തിനടുത്ത് ഒരു പോളിംഗ് ഒക്കെ പ്രതീക്ഷിക്കുന്ന മുന്നണികൾ കൂടിയുണ്ട്. കാരണം അത്ര ശക്തമായ പോരാട്ടം, രാഷ്ട്രീയ പോരാട്ടം ഇവിടെ നടന്നിരുന്നു. മന്ത്രിമാർ ക്യാമ്പ് ചെയ്തു. പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം ഇവിടെ എത്തി ഈ തരത്തിലുള്ള പ്രചരണ കോലാഹലങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്തു. നമുക്ക് തിരിച്ചു വരാം നിലമ്പൂർ അംഗവുമായി, വിശേഷങ്ങളുമായി ഇടവേളയ്ക്ക് ശേഷം.